ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ നിർമ്മാണം ആരംഭിച്ച അടിപ്പാതയ്ക്ക് വീതി കുറഞ്ഞതിനെതിരെ ജനരോഷം ശക്തമാകുന്നു. വീതി കുറഞ്ഞ അടിപ്പാത ആശുപത്രി സേവനത്തെയടക്കം ബാധിക്കുമെന്ന് നാട്ടുകാർ. പ്രദേശത്ത് ഫ്ളൈ ഓവർ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദീർഘനാളായി നാട്ടുകാർ സമരത്തിലാണ്. ശരത് എസ്.എസിന്റെ റിപ്പോർട്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയ്ക്ക് വേണ്ടത്ര വീതിയില്ലെന്ന് ആരോപിച്ച് ജനരോക്ഷം ശക്തമാക്കുകയാണ്. അതായത് 12 മീറ്റർ വീതിയിലാണ് ഈ അടിപ്പാത നിർമ്മിക്കുന്നത്. പക്ഷേ ഈ 12 മീറ്റർ വീതിയിൽ ഇത് നിർമ്മിച്ചാൽ ഗതാഗത തടസ്സം ഉണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തുന്നത്. സമീപത്തെ സ്കൂളുകളിലേക്കും മറ്റും റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ തന്നെ നിരവധി യാത്രക്കാർ കടന്നു പോകുന്നു. അങ്ങനെ ഈ സാഹചര്യത്തിൽ 12 മീറ്റർ വീതിയിൽ ഒരു അടിപ്പാത എന്നുള്ളത് അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഈ അടിപ്പാത അശാസ്ത്രീയവും ജനവിരുദ്ധവുമാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദൈനംദിനം ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ തന്നെ 3000-4000-ഓളം രോഗികളാണ് എത്തുന്നത്. പിന്നെ അവരുടെ കൂടെ വരുന്ന കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ കാഷ്വാലിലെത്തുന്ന രോഗികളുമടക്കം ആ 10,000-കണക്കിന് ആളുകൾ. കാരണം STV UP സ്കൂൾ 2000-ഓളം കുട്ടികൾ പഠിക്കുന്നു. നഴ്സിംഗ് കോളേജുണ്ട്, ദന്തൽ കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. അതുകൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഗൈനക് സ്പെഷ്യാലിറ്റിയും അടക്കം നിരവധി ആതുരാലയങ്ങളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ സ്കൂളുകൾ 15ഓളം സ്കൂളുകളാണ് നമ്മുടെ ഈ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലുള്ള 9.8 മീറ്റർ വീതി മാത്രമുള്ള ഒരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് തികച്ചും അശാസ്ത്രീയമാണ്. നമുക്ക് അടിയന്തരമായി 105 മീറ്റർ ഉള്ള ഒരു മേൽപ്പാലം നിർമ്മിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടുവാനുള്ളത്. കളക്ടർ സമരസമിതി അംഗങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മിക്കവാറും അത് ഈ ആഴ്ച തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് വന്നില്ലെങ്കിൽ ഇവിടെ വലിയ ദുരന്തങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ സാക്ഷിയാവും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടനാടിലോ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആശ്രയിക്കാനുള്ള ഏക ഇത് വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. അപ്പൊ ഇതിന് കേവലം ഈ 9.8 മീറ്റർ ആകുമ്പോൾ ഇവിടെ വലിയ ട്രാഫിക് ജാം വരും. ആംബുലൻസുകൾക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റുകയില്ല. അതുകൂടാതെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 150-ലധികം സ്കൂൾ ബസ്സുകളും കോളേജ് ബസ്സുകളും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഓക്സിജനുമായിട്ട് വരുന്ന ക്യാപ്സൂൾ ടൈപ്പുള്ള വാഹനങ്ങൾ ഇതൊന്നും ഈ ചെറിയ അടിപ്പാതയുടെ ഉള്ളിലോട്ട് പോവുകയോ വരികയോ ഇല്ല. അതുകൊണ്ട് ഇത് വിജയിക്കണമെന്നാണ് ഈ സമരം. ഇത് വിജയിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവേണ്ടി വരും. അങ്ങനെ ഇത്തരം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്ത് ചെറിയ പാത എന്നുള്ളത് ഗതാഗത തടസ്സം രൂക്ഷമാകും എന്നുള്ള ഒരു ആവശ്യം, ആ പ്രതിസന്ധി തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സമരസമിതി അറിയിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്.എസ്. റിപ്പോർട്ടർ ആലപ്പുഴ.